ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവലർ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂരിൻ്റെ സ്വന്തം ഇറാനി പോളയാണ്. അതിനുവേണ്ടി 2 ഉള്ളി എടുത്ത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യുക. അതുപോലെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കുനുകുനേന അരിയുക. പച്ചമുളക് ഒരെണ്ണം ചെറുതാക്കി അരിയുക. കുറച്ച് വേപ്പില, ഒരു തണ്ട് വേപ്പില ഇതുപോലെ ചെറുതാക്കി അരിയുക. വെളുത്തുള്ളി ഒരു 5-6 അല്ലി. ഇനി നമുക്ക് ചിക്കനിലോട്ട് ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ചിക്കൻ ബോൺലെസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച്. ഞാൻ പറഞ്ഞ പോലെ ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ നല്ലതാണ്. ഇതിപ്പോൾ ബോണുള്ളതാണ്. കുറച്ച് നാരങ്ങാനീര്, ഒരു 1/2 മുറി നാരങ്ങാനീര്. ഇനി അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്, വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം തന്നെ ഇത് മസാല തേച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നന്നാവും. ഇനി ഗ്യാസിലൊരു പാൻ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ പാം ഓയിലിലോ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ചിക്കൻ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇറാനി പോളയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ് ഈ ചിക്കൻ. അപ്പോൾ ബോണ് പറ്റില്ല, ബോൺലെസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ ബോണാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിൽ നിന്ന് ആ ഇറച്ചി മാത്രം നമ്മളെടുക്കും, എല്ല് നമ്മൾ ഒഴിവാക്കും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വറുത്തെടുത്ത അതേ എണ്ണയിലോട്ടാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി, വേപ്പില, അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ ആ ഉള്ളിക്ക് ഒരു മഞ്ഞ കളർ കാണാൻ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടല്ല, നമ്മൾ ആ ചിക്കൻ വറുത്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് അതുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെയും കൂടെ ഒരു ഫ്ലേവർ മസാലയിൽ കിട്ടും. നമ്മളിനി മസാല ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് വഴന്ന് വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഒരു അത്യാവശ്യം ഒരു മസാല പരുവത്തിലാക്കുക. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഇതുപോലെ ആ ബോണിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ ആ ഇറച്ചി മാത്രം എടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ. അതുപോലെ ചിക്കൻ മസാല ഒരു 1/2 ടീസ്പൂൺ. ഒരു മസാലയ്ക്കൊരു ചിക്കൻ്റെ ഫ്ലേവറിന് വേണ്ടി ചിക്കൻ മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മസാല നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല തന്നെയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ എടുത്തു വെച്ചുള്ള ചിക്കൻ, എല്ലൊക്കെ മാറ്റി എടുത്തു വെച്ചുള്ള ചിക്കൻ അതിലോട്ട് നമ്മളെടുത്തുള്ള ഫുള്ളും ഇട്ടിട്ടില്ല, ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമ്മളതിൻ്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാനാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നമ്മൾ ആ ചിക്കനും അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിയില കൂടെ അതിലിട്ടിട്ടുണ്ട്. മല്ലിയില കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും, നല്ലൊരു സ്മെല്ലായിരിക്കും. മസാല തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലിങ്ങനെ അടിച്ച് കയറുന്നുണ്ട്, അടിപൊളിയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു 2 കോഴിമുട്ട, നമ്മൾ അതിൻ്റെ ബാറ്ററാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 കോഴിമുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഒരു മിക്സിയിലോട്ട്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം എടുക്കാൻ. ബാറ്റർ നിങ്ങൾ എത്ര വലുപ്പത്തിലാണ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് വേണം എടുക്കാൻ. ഇനി നമ്മളതിലോട്ട് 1 കപ്പ് മൈദയാണ് ജാറിലോട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നു ആ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാനിതിൻ്റെ കറക്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ഒന്നും പറയുന്നില്ല, എത്ര അളവൊന്നും കറക്റ്റായിട്ടില്ല. പിന്നെ 1 കപ്പ് പാല്, 1 കപ്പല്ല, നമ്മൾ 1 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ അധികം ഒഴിക്കുന്നുണ്ട്.
പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ റൂം ടെമ്പറേച്ചർ പാലാണ്. പിന്നെ ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 3/4 കപ്പാണ് സൺഫ്ലവർ ഓയിൽ. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നല്ലൊരു ഫ്ലേവറും കിട്ടും. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് അധികമാവേണ്ട, ഒരു നുള്ളുപ്പ്, ഒരു പിഞ്ചുപ്പ് മാത്രം ഇട്ടാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഈ ഒരു പരുവത്തിൽ, നമ്മളൊരു ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ പാനിൻ്റെ അടിയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ തീ ഓവറായി കഴിഞ്ഞാൽ അടി പിടിക്കും. അപ്പോൾ അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ അധികമാവാതെ സൂക്ഷിക്കണം. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. നല്ലതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അടിയിൽ വെക്കുന്ന പാന് വൃത്തിയുള്ളതാവണമെന്നൊന്നുമില്ല. ഇനി നമ്മൾ അടിച്ചു വെച്ച ബാറ്റർ ഒരു പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതൊന്ന് അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കുക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ അതിൻ്റെ അടിയിലോട്ട് പോകും. അതിന് വേണ്ടിയിട്ട് ഒന്നൊന്ന് കുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി അതിലോട്ട് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനും ഉള്ളിയും ഇതൊക്കെ മസാല ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. പിന്നെ സൈഡിലോട്ടൊക്കെ വല്ലാണ്ട് കയറിപ്പോവാതെ ശ്രദ്ധിക്കുക. മാക്സിമം സൈഡിലോട്ട് പോവാതെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ബാക്കിയുള്ള ബാറ്റർ അടിച്ചു വെച്ചത് നമ്മളതിൻ്റെ മുകളിലൂടെ അതുപോലെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഫില്ല് ചെയ്യണം. ഇതുപോലെ ഒരു വട്ടത്തിലുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് കുക്കാകും. അതല്ല പാത്രം കുറച്ച് ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറിയ പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ സംഭവം റെഡി ആയിരിക്കുന്നു. ഇനി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി വെക്കാൻ നിങ്ങൾക്ക് അതുപോലെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം വെക്കാം. നമുക്ക് എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ കുറച്ച് മല്ലിയിലും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇറാനി പോള തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് കുക്കാൻ വേണ്ടിയിട്ടൊന്ന് മറിച്ച് വെച്ച് ഒരു പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കാകുക, ഒന്ന് കളറ് മാറാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, ഇതാ ഇപ്പോൾ നമ്മുടെ ഇറാനി പോള തയ്യാറായിട്ടുണ്ട്. കാണാൻ തന്നെ എന്താ രസം, അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടില്ലേ ഇറാനി പോള? ഇനി ഇത് കട്ട് ചെയ്ത് നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ സാധനം സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കണ്ണൂരിൻ്റെ സ്വന്തം ഇറാനി പോള. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത്, ആ ചിക്കൻ്റെ ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്. സുധുട്ടി എങ്ങനെയുണ്ട്?